എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ, ഒരു ചെറിയ അൺബോക്സിംഗ് ആണ്. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ട്രാവലിംഗ് വീഡിയോ അല്ലെങ്കിൽ ടെൻ്റ് അടിക്കുന്ന വീഡിയോ ഒന്നുമല്ല. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് മെല്ലെ ചെയ്യാം കേട്ടോ. ടെൻ്റ് അടിക്കുന്ന വീഡിയോകളൊക്കെ വരും. ഇന്ന് നമുക്ക് 2 പൊതി കിട്ടിയിട്ടുണ്ട്. ബാങ്കുഡ് എന്ന് പറയുന്ന കമ്പനി നമുക്ക് 2 പൊതി അയച്ചു തന്നിട്ടുണ്ട്. കുറേ യൂട്യൂബേഴ്സ് അൺബോക്സ് ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് മെസ്സേജ് അയച്ചിട്ട് വേണോ എന്ന് ചോദിച്ചു. ഇതേപോലെ 2 പ്രൊഡക്റ്റ് ഉണ്ട്, അയച്ചു തരട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ക്യാമ്പിങ് അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അയച്ചു തന്നു, അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമുക്ക് 2 പൊതി അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് എന്താ നോക്കാം. നമുക്ക് ക്യാമ്പിങ്ങിന് പറ്റിയ സാധനമാണോ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലൊരു സ്ഥലത്താട്ടോ, നാട്ടിൽ ഒരു പുഴേൻ്റെ തീരത്ത്. അതുണ്ടോ, ഇത് പുഴയാണ്. ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ടെൻറ്റ് തൽക്കാലം സെറ്റ് ചെയ്യാണ്. നമുക്ക് ക്യാമ്പിങ്ങിന് പറ്റിയ ഐറ്റം ആണോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ആ ഒരു മൂഡ് വരാൻ വേണ്ടിയിട്ട് ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്താ സംഭവം എന്ന്. അപ്പോൾ അതെ, ടെൻ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പുഴേൻ്റെ കരയ്ക്കാട്ടോ. ജസ്റ്റ് സെറ്റ് ചെയ്തതേ ഉള്ളൂ, അല്ലാണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങാനൊന്നും പോകുന്നില്ല. നമ്മൾ ചെറിയൊരു അൺബോക്സിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ടെൻറ്റിൻ്റെ അകത്ത് ഇരുന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നല്ല ആംബിയൻസ് ആട്ടോ. ഇതുണ്ട്, ഇവിടെയൊക്കെ ഫുള്ള് മുളയാണ്, നല്ല തണലുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. 2 പൊതി അവിടെ ഇരിപ്പുണ്ട്. പവർ ബാങ്കൊന്നും അതിലല്ല, ഈ 2 സാധനം കേട്ടോ. ഇത് ക്യാമറ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ടെൻറ്റ് ഇവിടെ ഉണ്ട്. ടെൻറ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കെന്തായാലും ഇതെടുത്തിട്ട് അകത്തോട്ട് കയറാം. അപ്പോൾ അതെ, ടെൻറ്റിൻ്റെ അകത്ത് കയറി നമ്മളിവിടെ ഇരുന്നിട്ടാണോ, ഇങ്ങനെ ഇരുന്നിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 പൊതിയുണ്ട്. ഈ 2 എണ്ണമാണ് ഉള്ളത്. 2 സാധനമുണ്ട്. 2 എണ്ണത്തിലുമായിട്ട് 3 സാധനങ്ങളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇത് ആദ്യം തുറക്കാം. ഇതിലുണ്ടോ, ഒരു ബാങ്കുഡിൻ്റെ കറക്റ്റ് പരസ്യമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കവറാണ്. മറ്റേതിൽ അതില്ല. സംഭവം ഞാൻ അവരോട് പറഞ്ഞത് നമുക്ക് ക്യാമ്പിങ്ങിന് പറ്റിയ സാധനങ്ങളുണ്ടെങ്കിൽ അയക്കാനാണ് പറഞ്ഞത്. ഇതൊരു ബാക്ക് പാക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതിൽ ബാക്ക് പാക്ക് എന്നാണ് എഴുതിയേക്കുന്നത്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം. ഒരു ചെറിയ ബാഗാണ്. ഇതിനകത്ത് ലാപ്പൊക്കെ വെക്കാനും നമ്മുടെ സാധനങ്ങൾ, ക്യാമറ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റിയ സാധനമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം. ചെറിയൊരു ബാഗാട്ടോ, ചെറിയ ബാഗാണ്. നമുക്കിത് യൂസ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതിൽ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിത് തുറന്ന് തന്നെ നോക്കാം. ഇതുണ്ടോ, ഇത്രയുള്ള സാധനം. ഇത് ആകപ്പാടെ 2 ഉറ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ബാഗ്. ഇതുണ്ടോ, ബ്ലാക്കാണ്. ഞാൻ കളർ പറഞ്ഞത് ബ്ലാക്കാണ്. എന്ത് സാധനം അയച്ചാലും ബ്ലാക്ക് മതി എന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ടീഷർട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാം ബ്ലാക്കാണ് അയച്ചേക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടോ, ലാപ്പ് വെക്കാൻ ഒരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ഇത് വളരെ ചെറുതാണ്. നമുക്ക് വലിയ ലാപ്പൊന്നും വെക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്താണേലും ഒരു സിലിക്ക ജെല്ലിൻ്റെ ഒരു കവറുണ്ട്. ചെറിയ ബാഗാട്ടോ. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ, മഴയത്തൊക്കെ പോവുകയാണെങ്കിൽ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ, മൊബൈല്, ചെറിയ ലാപ്പ് ഇതിനകത്ത് പോവുള്ളൂ. ലാപ്ടോപ്പ് ബാഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ക്യാമറ സാധനങ്ങൾ നമുക്ക് സേഫായിട്ട് ഇതിനകത്ത് വെക്കാം. അതിന് പറ്റിയൊരു ബാഗാട്ടോ. 2 ഉറയുണ്ട്. 1 വലുതും ഒന്നും ചെറുതും ഉണ്ട്. നമുക്ക് ഫോണ്, ചാർജർ, പവർ ബാങ്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു സാധനമാണ്. നമുക്ക് മഴയത്ത്, നമ്മൾ ഇഷ്ടംപോലെ മഴ കൊള്ളുന്നതാണ്, മഴയത്ത് ട്രിപ്പൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു യൂസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അവരിത് അയച്ചു തന്നത്. എന്തായാലും നമുക്കിത് വാട്ടർ പ്രൂഫ് ആണോ, ഇതിൻ്റെ പുറത്തെ മെറ്റീരിയൽ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ബാഗ് കേട്ടോ. ചെറിയൊരു ബാഗാണ്. എല്ലാം ഒരേ കളറായതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് കാണത്തൊന്നുമില്ല. ചെറിയൊരു ബാഗാട്ടോ. കൊള്ളാം, നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ, പവർ ബാങ്കും മറ്റു സാധനങ്ങളെല്ലാം വാരി കയറ്റി ഇതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. കൊള്ളാം. നമുക്ക് ക്യാമറയും ഫോണ് സാധനങ്ങളൊക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു ബാഗാണ്.
കുറേ യൂട്യൂബേഴ്സ് ബാങ്കുഡിൻ്റെ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ചെയ്തതായിട്ട് നമുക്ക് കാണാം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഷയോമിൻ്റെ, അതായത് MIൻ്റെ ബ്രാൻഡാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം ബാങ്കുഡ് എന്ന് പറഞ്ഞാൽ ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ഒരുമാതിരി എല്ലാ പ്രൊഡക്റ്റുകളും ചൈന പ്രൊഡക്റ്റ് തന്നെ ആവും. നമുക്കിത് ഇന്ത്യയിൽ ഡെലിവറി ഉണ്ട്. 10-12 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം ഡെലിവറി ആയിട്ട് കിട്ടും. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ആയാലും ഇതുപോലെ ട്രാവലിംഗ് ഐറ്റംസ് മുഴുവൻ സാധനങ്ങൾ അവരുടെ സൈറ്റിലുണ്ട്. നമുക്കിത് അവർ ഫ്രീ ആയിട്ട് അയച്ചു തന്നെയാണ്, അല്ലാണ്ട് വേറെ പൈസ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ ഇത് വാങ്ങാനുള്ള ബാങ്കുഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ബാഗിൻ്റെയും മറ്റ് സാധനത്തിൻ്റെ ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഒരു കോഡ് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. ആ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങണം എന്നുള്ളവർ അത് നോക്കുക. എത്ര രൂപയാണെന്നൊക്കെ സൈറ്റിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അടുത്തതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാക്കറ്റ് കേട്ടോ. രണ്ടാമത്തെ പാക്കറ്റിൽ പരസ്യമോ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഒരു കറുത്ത പാക്കറ്റാണ്. അതുപോലെ ഇതിനകത്ത് എന്തോ 2 സാധനമുണ്ട്. ഇതിലെന്താണെന്ന് എഴുതിയിട്ടില്ല. മറ്റേതിൽ ബാക്ക് പാക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ എഴുതിയിട്ടില്ല എന്താ സാധനം, ഇതിനകത്ത് എന്താ സാധനം എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇത് സാധനം ഡൽഹിയിൽ നിന്നാണ് നമുക്ക് ഷിപ്പ് ചെയ്തേക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് നമുക്ക് അയച്ചു തന്നേക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് എന്താ നോക്കി നോക്കാം. അപ്പോൾ അത് ഇതുണ്ടോ, ഒരു ഗ്ലൗസ് ആട്ടോ, ഒരു റൈഡിങ് ഗ്ലൗസ്. അതുപോലെ തന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ആദ്യം നമുക്ക് ഗ്ലൗസ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ വലിയ ബൈക്ക് റൈഡറൊന്നും അല്ല, അവർ റൈഡറാന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഈ സാധനം അയച്ചു തന്നത്. എന്തായാലും നമുക്കിത് എടുത്തു നോക്കാം. ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. എന്തായാലും വണ്ടി ഉണ്ട്, നമുക്ക് റൈഡൊക്കെ പോകാമല്ലോ ഇനിയും വേണമെങ്കിൽ. ഇത് നല്ല, ഞാൻ ബ്ലാക്ക് മതി എന്ന് പറഞ്ഞിട്ടാണ് ബ്ലാക്ക് അയച്ചു തന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസൊക്കെ കറക്റ്റാണോ നോക്കി നോക്കണം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഗ്ലൗസ് വാങ്ങുന്നതല്ല, ഇത് എനിക്ക് കിട്ടുന്ന ആദ്യമായിട്ടാണ്. കാരണം നമ്മളങ്ങനെ ട്രിപ്പൊന്നും പോകാത്തത് കൊണ്ട്, വണ്ടിയിൽ റൈഡൊന്നും പോകാത്തത് കൊണ്ട്. എന്തായാലും ഞാൻ ഒന്ന് ഇട്ട് നോക്കട്ടെ. എല്ലാ വിരലും ഉണ്ട്, ചൈനയിൽ നിന്ന് വന്നതുകൊണ്ടേ എല്ലാ വിരലും ഉണ്ടോ എന്നൊന്ന് നോക്കണമല്ലോ. അപ്പോൾ അതെ, ഇത് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. നല്ല മണം കേട്ടോ ഇതിന്, വേറൊരു മണം. ഇത് ബൈക്ക് റൈഡിങ്ങിന് പറ്റിയ ഗ്ലൗസാട്ടോ. സംഭവം ഇത് എങ്ങനെയുണ്ട്, നിങ്ങൾ തന്നെ അറിയാവുന്നവർ നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി എത്രമാത്രം സേഫ്റ്റിയും കാര്യങ്ങളുള്ള സാധനമാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്ന ടച്ച് വർക്കാവുമെന്ന് തോന്നുന്നു. നമ്മുടെ ഈ ചില ഗ്ലൗസുകളുണ്ടല്ലോ നമുക്ക് ഫോണ് ടച്ച് വർക്ക് ചെയ്യാത്ത, പക്ഷേ ഈ സാധനം ടച്ച് വർക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. നമുക്കത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫോൺ കേട്ടോ. ഫോണിൻ്റെ സ്ക്രീൻ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. സ്ക്രീൻ ഗാർഡൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്, അതൊന്നും നോക്കണ്ട. ഈ ഗ്ലൗസ് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യുന്നതാണ് തോന്നുന്നത്. അതിൻ്റെ ഇവിടുത്തെ മെറ്റീരിയൽ അങ്ങനെയാണ്. നമുക്ക് ഇത് ഇട്ടുകൊണ്ട് തന്നെ റൈഡ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്കിതിൽ ഊരി ഫോൺ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നോക്കി നോക്ക്, ഇതുണ്ടോ, ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിൻ്റെയും. അതുപോലെ തന്നെ ഇത് വാങ്ങാനും ഒരു കോഡുണ്ട്, ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫറുണ്ട് വാങ്ങുന്നവർക്ക്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇത് വാങ്ങാം. എന്തായാലും എനിക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല, കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഈ സാധനം ഞാൻ കയ്യിലിടുന്നത് തന്നെ. അല്ലാണ്ട് ഇതിട്ടിട്ട് ഞാൻ ഇതുവരെ ഒരു റൈഡിനും പോയിട്ടില്ല. അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. നമുക്ക് ഇതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്. ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. മെയ്ഡ് ഇൻ ചൈന എന്ന് ഇതിൽ എഴുതിയിട്ടുള്ളൂ. പൊളിച്ച് നോക്കാം കേട്ടോ. ഇതൊരു ടോർച്ചാണ്. നമുക്ക് ക്യാമ്പിങ്ങിന് പറ്റിയൊരു സാധനം. എന്തേ വന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് നല്ല അടിപൊളി ഒരു ടോർച്ച്. ഞാൻ കുറേ നാളെ വാങ്ങണം എന്ന് വിചാരിച്ചു. നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഇതുവരെ ഒരു വെട്ടവും യൂസ് ചെയ്തില്ല. എൻ്റെ ഒരു ടോർച്ച് പോലും ഇല്ല, അങ്ങനെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ഒരു ടോർച്ച്, നല്ലൊരു ടോർച്ചിന് അങ്ങനെ 500-1000 രൂപയൊക്കെ വരും, നല്ല വെട്ടമുള്ളൊരു ടോർച്ചിന്. അപ്പോൾ ഒരു ടോർച്ച് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്കൊരു ടോർച്ച് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. കേബിളും ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള കേബിളാണെന്ന് തോന്നുന്നു. ഒരു USB കേബിളാണ്. ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ചാർജ് ഇല്ലാന്ന് തോന്നുന്നു. ഇതിൽ ബാറ്ററി ഇല്ലേ? ബാറ്ററി നമ്മൾ വാങ്ങിച്ചിടണം ഗൈസ്.
ഇതിൽ ബാറ്ററി ഇല്ല, ബാറ്ററി നമ്മൾ ഇടണം എന്ന് തോന്നുന്നു. ഇതിനകത്ത് വേറെ സാധനങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ചാർജ് ചെയ്താലേ അറിയുള്ളൂ. ഒരു സെക്കൻഡ്, എൻ്റെ അടുത്ത് പവർ ബാങ്ക് ഉണ്ട്. നമുക്ക് പവർ ബാങ്ക് വെച്ചിട്ട് ഇതൊന്ന് കത്തിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. ഇത് ഡയറക്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമ്മൾ ബാറ്ററി ഇട്ടാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ തോന്നുന്നത്. ബാറ്ററി ഇല്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കേബിളുണ്ട്, കേബിൾ വെച്ചിട്ട് നമുക്ക് പവർ ബാങ്കിൽ കുത്തി നോക്കാം. വർക്ക് ചെയ്യുമല്ലോ എന്ന് അറിയണമല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ USB ഒരു കേബിൾ കുത്താനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്, മൈക്രോ എന്ന് പറഞ്ഞിങ്ങനെ. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുത്താട്ടോ. ഇവിടെ ഇങ്ങനെ കുത്തി നോക്കാം. ഇപ്പോൾ കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പകലായതുകൊണ്ട് ഇതിന് വെളിച്ചവും കാര്യങ്ങളൊന്നും അറിയില്ല. അതുണ്ടോ ടോർച്ചിൻ്റെ ഡിസൈൻ നോക്കി, നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചു. നല്ല ഗ്രിപ്പായിട്ട് കയ്യിലിരുന്നോളൂ ഈ സാധനം. നല്ല വെളിച്ചമുള്ള സാധനമാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇനിയും ടെൻ്റ് അടിക്കുമ്പോൾ ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂ നമുക്ക് യൂസ് ചെയ്ത് തന്നെ പറയാം. എല്ലാ സാധനത്തിൻ്റെയും കേട്ടോ, എല്ലാ സാധനത്തിൻ്റെയും നമ്മൾ റിവ്യൂ നമ്മൾ പറയും. നമ്മൾ യൂസ് ചെയ്യുക സാധനങ്ങളെല്ലാം. പ്രത്യേകിച്ച് ടോർച്ച് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ളൊരു കൂപ്പൺ കോഡുണ്ട്, അതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ടവർ അത് നോക്കുക. ബാങ്കുഡിൽ നിന്നാണ് പ്രൊഡക്റ്റ്. ഇതുപോലത്തെ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്, നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ ഇത് എത്രമാത്രം നല്ലതാണെന്നൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണാം. എന്തായാലും ഞാൻ ടെൻ്റൊക്കെ പാക്ക് ചെയ്യാണ്. വെറുതെ വന്നതാണ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്ന് വന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്താ ഇവിടെ പണി എന്ന് പറഞ്ഞിട്ട്. നമ്മളെന്തായാലും ടെൻ്റ് അടിച്ചപ്പോൾ നിൽക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് വന്നു ചെയ്തു പോവാണ്. വേറെ സാധനമൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, എല്ലാം ടെൻറ്റിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ഇനി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരും വീഡിയോകളിൽ കാണാം. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഡും കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ മാത്രം വാങ്ങുക. അപ്പോൾ എന്തായാലും നമുക്ക് വരും വീഡിയോകളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വരും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ടെൻറ്റ് സ്റ്റേ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും ഉണ്ടാവും. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇല്ലാത്ത എന്നൊക്കെ. നമുക്ക് അതിനുള്ളൊരു ടൈം വരുമ്പോൾ നമ്മൾ ചെയ്യും എന്തായാലും. അപ്പോൾ അടുത്തൊരു പുതിയൊരു സ്ഥലത്ത് നമ്മൾ ടെൻറ്റ് അടിച്ച് നിൽക്കാം. അപ്പോൾ അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വരും വീഡിയോകളിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി.